പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ട്രാക്ക് ചെയ്ത് ട്യൂൺ ചെയ്യാൻ പോകുന്നത് ഒരു റഷ്യൻ സാറ്റലൈറ്റാണ്. ഈ റഷ്യൻ സാറ്റലൈറ്റിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഒരു ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റാണ്. ഔട്ട് ഓഫ് കവറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ കവറേജ് ഇല്ലാത്തതും എന്നാൽ നമുക്ക് ചാനൽ ലഭിക്കുന്നതുമായ, കവറേജിന് പുറത്ത് സിഗ്നൽ തട്ടി വന്ന് നമുക്ക് ഇന്ത്യയിൽ കുറഞ്ഞ സിഗ്നലിൽ ചാനൽ ലഭിക്കുന്നതുമായ സാറ്റലൈറ്റുകളാണ് ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റുകൾ. അങ്ങനെ ഒരു സാറ്റലൈറ്റായ എക്സ്പ്രസ് 80 ഡിഗ്രിയിലെ എക്സ്പ്രസ് സാറ്റലൈറ്റാണ് ഞാൻ ഇന്ന് ഇവിടെ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ട്രാക്കിംഗ് വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഡിഷ് ആൻറ്റിന വിശദമായി ഞാനൊന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സ് ട്യൂൺ ചെയ്യാം. 6 ഫീറ്റ് 6 അടിയുടെ ഡിഷിലാണ് ഞാനിന്ന് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. MRൻ്റെ ഒരു പഴയ ഡിഷ് ആൻറ്റിനയാണ്. 6 ഫീറ്റ് പ്രൈം ഫോക്കസ് ഡിഷ് ആൻറ്റിന. ഇത് നിങ്ങൾക്ക് കാണാം. ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ച LNB ടാറ്റ സ്കൈയുടെ 101 സ്റ്റാർട്ടിംഗ് സീരിയൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലാക്ക് LNB ആണ്. ടാറ്റ സ്കൈയുടെ ഒറിജിനൽ LNB ആണ്. ടാറ്റ സ്കൈയുടെ ഒറിജിനൽ LNB മോഡിഫൈ ചെയ്ത് ഇതുപോലെ സ്കാലറിങ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സ്ട്രാ ക്ലാമ്പ്, KU ബാൻഡ് ക്ലാമ്പ്, നിലവിലുള്ള C ബാൻഡ് ക്ലാമ്പ് മാറ്റിയിട്ട് KU ബാൻഡ് ക്ലാമ്പ് ആക്കിയിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. 4 ഇഞ്ചിൻ്റെ സ്കാലറിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കാലറിങ് ഉപയോഗിച്ചാൽ മാത്രമേ ഈ 6 ഫീറ്റ് ഡിഷ് ആൻറ്റിനയിൽ പതിക്കുന്ന പരമാവധി സിഗ്നൽ നമുക്ക് ക്യാച്ച് ചെയ്യാനാവൂ. സ്കാലറിങ് ഇല്ലെങ്കിൽ കൂടി കുറച്ച് ചാനലുകൾ, ഫ്രീ ചാനലുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാൻ എത്ര അടിയുടെ ഡിഷ് ആൻറ്റിന വേണമെന്നൊക്കെ. അവർക്കുള്ള ചെറിയൊരു വീഡിയോ കൂടിയാണിത്. 6 ഫീറ്റിൽ നമുക്ക് ക്യാച്ച് ചെയ്യാവുന്ന സാറ്റലൈറ്റ്. ഇനി നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്യാം. ടൈഗറിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സാണ് ഞാനിന്ന് ഈ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ സാറ്റലൈറ്റ് ലിസ്റ്റിൽ പോയി 80 എക്സ്പ്രസ് സെലക്ട് ചെയ്തു. അതിനുശേഷം സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി റിമോട്ടിൽ ബ്ലൂ ബട്ടൺ അമർത്തുക. ബ്ലൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്കാനിങ് വരും. ഈ സെറ്റ് ടോപ്പ് ബോക്സിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലവിലുള്ള ഈ സാറ്റലൈറ്റിലെ പഴയ ചാനലുകൾ നിലനിർത്തണോ, ഡിലീറ്റ് ചെയ്യണോ, വേണ്ടയോ, yes or no ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ നോ കൊടുക്കുന്നുണ്ട്. നിലവിലുള്ള ചാനലുകൾ ഡിലീറ്റ് ചെയ്യാതെ തന്നെ സാറ്റലൈറ്റ് സ്കാൻ ചെയ്യുകയാണ്. അതുപോലെ FTA ഓൺലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ചാനലുകൾ മാത്രം ലഭിക്കും. FTA ഓൺലി നോ എന്ന ഓപ്ഷനിലിട്ട് കഴിഞ്ഞ് സ്കാൻ ചെയ്താൽ പേ ചാനലുകളും ഫ്രീ ചാനലുകളും മൊത്തത്തിൽ ട്യൂണായി വരുന്നതാണ്. ഇപ്പോൾ ഈ സാറ്റലൈറ്റിൽ ആദ്യമായി ട്യൂണായി വന്ന ഈ TP ആണ് ഇതിലെ സ്ട്രോങ് TP. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ട്രാക്ക് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നൊരു TP ആണ്. എളുപ്പത്തിൽ നമുക്ക് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തെടുക്കാനാവും ആ TP ഉപയോഗിച്ചാൽ. നമുക്ക് ഈ സാറ്റലൈറ്റിൽ മൊത്തം ടോട്ടൽ എത്ര ചാനലുകൾ ട്യൂണായി വരുന്നു എന്ന് നോക്കാം. ഇനി അങ്ങോട്ട് നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റുകൾക്കൊക്കെ സിഗ്നൽ കൂടുന്ന ഒരു സമയമാണ്. നമുക്കിപ്പോൾ ടോട്ടൽ 262 TV ചാനലുകളും 13 റേഡിയോ ചാനലുകളും, മൊത്തം 262 ചാനലുകൾ ട്യൂണായി വന്നിട്ടുണ്ട്. ഈ സാറ്റലൈറ്റിൽ റഷ്യയുടെ ഒരു DTH ആണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ രാജ്യത്തിലേക്കുള്ള ഒരു DTH ആണ് നമ്മൾ ഇവിടെ ട്രാക്ക് ചെയ്ത് നമുക്ക് സിഗ്നൽ ലഭിക്കുന്നത്. എന്നാൽ അതിൽ കുറച്ച് ഫ്രീ ചാനലുകൾ കൂടി നമുക്ക് ലഭിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ്. മ്യൂസിക് ചാനലും മൂവീസ് ചാനലുകളും എല്ലാം, സ്പോർട്സ് ചാനലുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സാറ്റലൈറ്റാണത്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.